കൈ വെള്ളരുത്. വടവടൈ ഉള്ളി വടൈ. നല്ല മണം മാമ. ആ മണം കേട്ടാലറിയാം സാധനം ഉശിരനായിരിക്കും മാമ. അതെ, കൂടുതലും മൊരിയുന്നതിനെ കോരി എടുക്ക്. കൂടുതലും മൊരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വരത്തില്ല. ഡേയ്, ഇത്രയും എനിക്ക് ചെയ്യാൻ അറിയാമെങ്കിലുണ്ടല്ലേ, നീ എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട കേട്ടാ. ഇപ്പൊ അങ്ങനെ ആയോ? നന്ദി വേണം മാമ, നന്ദി. എന്തിന്? ഇതിന്റെ കൂട്ട് മൊത്തം ഞാനല്ലയോ പറഞ്ഞു തന്നത്? ആര് പറഞ്ഞു തന്ന്? ഞാൻ പറഞ്ഞു തന്നു. എന്താ എന്തിനാ കള്ളത്തരം പറഞ്ഞത്? മാമന ഞാൻ നോക്കത്തില്ല. ഞാനല്ലേ മാമ, സത്യം പറഞ്ഞ ഞാനല്ലേ പറഞ്ഞു തന്നത്. അല്ല മാമൻ എന്തെങ്കിലും അറിയാറുണ്ട്? എന്തിന്? നിനക്ക് അതിന്റെ ക്രെഡിറ്റ് അടിക്കാനാ? എനിക്ക് എന്തിനാ ക്രെഡിറ്റ്? ക്രെഡിറ്റ് ഒക്കെ മാമൻ കൊണ്ടുപോയിക്കോ, എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട. ആ, നന്ദി മതി. സത്യം പറയാടാ. നോക്ക്, എനിക്കോ നിനക്കോ ഇത് ഉണ്ടാക്കാൻ അറിയാം. എന്തുകൊണ്ടോ പ്ലാവിന്ന് ഒരു ചക്ക പെഴുന്നു മുയൽ ചത്തു എന്ന് പറയും പോലെയാണ് ഇത്. എങ്ങനെ നോക്കി ശരിയായി? അത് ശരിയാ. ഏയ്, പിങ്കി വരികയാണെങ്കിൽ ഉണ്ടല്ലേ, ഇത് കാണുമ്പോ ഞെട്ടും. ഞെട്ടുവന്നോ? ഞെട്ടുന്ന മാത്രമല്ല മാമ, ഇത് കണ്ടു കഴിഞ്ഞാലേ അവക്ക് ദാണ്ട് മൂക്കി കൂടെ കയറ്റാനേ ഉള്ളൂ, മൊത്തം തിന്നുകളി. അവള് വരുന്നതിന് മുമ്പ് നമുക്ക് ഓരോന്നെടുത്ത് കഴിച്ചാലോ? എന്തിനാ ഓരോന്നാക്കുന്നത്? ഈ രണ്ടെണ്ണം വീതം കഴിക്കാം. എങ്കിൽ രണ്ടെങ്കിൽ രണ്ട് കഴിക്കാം. ചൂട് ചൂട് ചൂട്. നല്ല രുചി. അത്ര പോരല്ലേ? ഇന്നലത്തെ അത്ര പോരാ. കുഴപ്പമില്ല, ഇനി വേറെ കടയിൽ നിന്ന് മേടിക്കാം. കറക്റ്റ്. എടി കാർത്തു, നിന്നോട് ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. എന്തോന്ന്? എടി, നീ ആ വളവില് നോക്കിക്കോണേ, അവിടെ ഒരു വായി നോക്കി എന്നും ഉണ്ടാവും. ആരാണെന്നൊന്നും പറഞ്ഞൂടാ, എന്നും കണ്ണാടി വെച്ച് എന്നെ തന്നെ നോക്കിയിട്ട് അവിടെ നിൽക്കുന്നത്. ഓ, ഇപ്പൊ വരെ ശരിക്കും ഫാൻസ് കൂടി കൂടി വരാണല്ലേ. എന്ത് ചെയ്യാൻ, ദൈവം എനിക്ക് ഒരുപാട് സൗന്ദര്യം തന്നില്ലേ. ബാബാ ബാബാ പലവട്ടം കാത്തുന്നു ഞാൻ. അവനാണ് അവൻ ഞാൻ പറഞ്ഞത് കേട്ടോ. അത് വിഷ്ണുചേട്ടനല്ലേ? നിനക്കറിയോ? അറിയാം. കയ്യില് തൂവലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടല്ലോ. കോഴിയാണെന്ന് തോന്നണേ. പ്രപ്പോസ് ചെയ്യാനായിരിക്കും. പ്രപ്പോസ് ചെയ്യാനാ? ആ, എന്നാ അത് ചോദിക്കണല്ലോ. വാ വാ ട്ടോ, തനിക്ക് നാണല്ലേ ഇടോ ഇങ്ങനെ വായി നോക്കിണ്ട് ഇവിടെ നിൽക്കാൻ? അതിന് താനാരാ? ഓ, നമ്പർ. എടി, അടുത്ത നമ്പർ. എടോ, എനിക്കറിയാം താൻ എന്നും എന്നെ നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കണത്. താൻ എന്തോ ഇവിടെ പശു ഒട്ടിച്ച് വെച്ചേക്കാണോ? എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഹലോ, എക്സ്ക്യൂസ് മീ, താനെന്താ പറഞ്ഞു വന്നത്? തന്നെ ഞാൻ വായി നോക്കി വന്നു? അതെ. അയ്യേ, തന്നെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെ വായി നോക്കുന്ന? കണ്ടിട്ടില്ലേ കറുത്തു? പിന്നെന്തിനാ രാവിലെ ഇവിടെ വന്ന് കുറ്റിയടിച്ചിരിക്കണത്? അത് എന്റെ ഒരു ചിക്കനെ കാണാൻ വന്നേ. ഓ, എടോ, താൻ ഉടായിപ്പല്ലേ കാണിക്കുന്നത്? എനിക്കറിയാം താൻ എന്നെ തന്നെ ട്യൂൺ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കണേന്ന്. ഹേയ്, അല്ല 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 അല്ല, കുട്ടി എന്നെ വല്ലാതെ തീർച്ചിരിക്കുക. ഞാൻ കുട്ടിയെ കാണാൻ വന്നതേ അല്ല. പിന്നെ ഞാൻ എന്റെ മാലുവിനെ കാണാൻ വന്നത്. മാലു? ഏത് മാലു? മാലുവിനെ അറിയില്ല? നല്ല നീളമുള്ള, നല്ല വെളുത്തിട്ട്, നല്ല മുടിയുള്ള. ഓ, അപ്പൊ എന്നെ അല്ലായിരുന്നല്ലേ? കുഴപ്പമില്ല, ഞാൻ തെറ്റിദ്ധരിച്ചേ അല്ലേ? ഇറ്റ്സ് ഓക്കെ, കുട്ടിയെ ഞാൻ ഒരിക്കലും നോക്കില്ല. അതിന് എനിക്കെന്തോ കുഴപ്പം? തനിക്ക് മൊത്തത്തിൽ കുഴപ്പമേ ഉള്ളൂ. തന്റെ ഈ പൊക്കം, കണ്ണ്, മൂക്ക്, അറ്റ്ലീസ്റ്റ് മുടിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് നോക്കാമായിരുന്നു. അയ്യേ, ഇതെന്ത് മുടി? അതൊക്കെ എന്റെ മാലുവിന്റെ മുടി, നല്ല പനകോല പോലത്തെ മുടി. ഓ, എനിക്കെന്താ ഇതുവരെയൊക്കെ മുടി ഉണ്ടായിരുന്നു. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുകൊണ്ട് ഞാൻ വെട്ടിക്കളഞ്ഞ അല്ലേടി? അതൊക്കെ ഉണ്ട്, ഞങ്ങൾ പോണു. അതെ, മുടി വളർത്താൻ ഒരു കൈ നോക്കാം കേട്ടോ. ഓ വേണ്ട, ഒരു കൈ രണ്ട് കൈ. മൊത്തം തുമ്പ് കയറി ഇരിക്കാനല്ലേ. അപ്പോ രാമംഗളൻ അപ്പച്ചിയൊക്കെ വിളിച്ചായിരുന്നോ? ആ, വിളിച്ചു മക്കളാ. അവര് 2 ദിവസം കഴിഞ്ഞ് വരുമെന്നു. ഓ, മക്കളൊരു കാര്യം ചെയ്യും, അടുക്കളയിൽ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, എടുത്തു കൂടി പോ. ഓ, അപ്പോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ, ഈ സ്ത്രീ സൗന്ദര്യ സങ്കല്പത്തെ പറ്റി ഒന്ന് പറയാവോ? എന്തൊരു
അപ്പോ ഈ സ്ത്രീകൾക്ക് സൗന്ദര്യം വേണമെങ്കിലേ ഇന്ന കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിനെ പറ്റി ഒന്ന് പറയൂ. അപ്പൊ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. ഇല്ലല്ലേ? എങ്കിലും സ്ത്രീകളുടെ സൗന്ദര്യം എന്തോന്നാണ്? മുടിയാണ്. ഈ മുടി തന്നെ വേണോ? നല്ല ഭംഗിയുള്ള മുഖം പോരെ? മക്കളെ, എത്ര കാണാൻ കൊള്ളാത്ത പെമ്പിള്ളേർ മുടിയാണ് സൗന്ദര്യം. നോക്ക്, അത് ചന്തി വരെ മറന്നിട. ഈ മുടി പെട്ടെന്ന് വളരെ എന്തെങ്കിലും എണ്ണയുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് എണ്ണയൊന്നുമില്ല. ഉണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ തേച്ച മുടി വളരൂല്ലേ? പെട്ടെന്ന് വളരോ? പെട്ടെന്നൊന്നും വളരും തരും മാജിക്കാ, ക്രമേണ കൊണ്ട് വളരും. അങ്ങനെ വളർന്നാ പോരല്ല. അപ്പോ ഈ പെട്ടെന്ന് മുടി വളരാൻ എന്തെങ്കിലും പൊടിക്കൈകളുണ്ടോ? നീ അയച്ചുപോ, എനിക്കിവിടെ ജോലി കിടക്കുകയാണ്. പൊടിക്കൈ കൊണ്ടുവന്നെങ്കിൽ പാടി അയച്ചു. മാമന്റെ അടുത്ത് വെച്ചു. ശരി എന്നാ. പോ. നീ ഇവിടെ പോയിരുന്നു? ഞാൻ കാർത്തുമായിട്ടൊന്ന് പുറത്തു വരെ പോയത്. മാമ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. മാമ ബാച്ചിലർ അല്ലേ? പിന്നെ ക്രോണിക് ബാച്ചിലർ. മാമ ബാച്ചിലർ ആണെങ്കിലും സ്ത്രീ സൗന്ദര്യ സങ്കല്പത്തെ കുറിച്ചൊക്കെ അറിയായിരിക്കുമല്ലോ. അത് പിന്നെ ഏത് പുരുഷനും ഉണ്ടായിരിക്കത്തില്ലയോ? ഉണ്ടല്ലേ? ഉണ്ട്. എന്നാ അതിനെ പറ്റി ഒന്ന് പറയോ? സ്ത്രീ സൗന്ദര്യത്തെ കുറിച്ചോ? അതിനെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോഴേ എനിക്കൊരു പാട്ടാ ഓർമ്മ വരുന്നത്. പാട്ടോ? എന്നാ പാടിക്കൂ. സുന്ദരി ആ സുന്ദരി ആ സുന്ദരി, നിന്റെ തുമ്പു കെട്ടിയിട്ട തലമുടിയിൽ തുളസി കതിരില ചൂടി, തുഷാരഹാരം മാറിൽ ചാർത്തി, താരുണ്യമേ നീ വന്നു, നിന്റെ തുമ്പു കെട്ടിയിട്ട തലമുടിയിൽ. അങ്ങനുണ്ട്. അതിന് മുടിയുണ്ടോ? പിന്നെ പെണ്ണുങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പനങ്കൊല പോലത്തെ മുടി വേണം. മാമന് മുടിയുള്ള പെമ്പിള്ളേരാണ് ഇഷ്ടമല്ലേ? പിന്നെ അത് ഇഷ്ടം എനിക്കതല്ലേ. നല്ല പനങ്കൊല പോലത്തെ ഇങ്ങനെ കിടക്കുന്ന മുടി. പനങ്കൊലയെന്ന് വെച്ചാ? പനങ്കൊല എന്ന് പറഞ്ഞാൽ പനങ്കൊല തന്നെ, പനയെ നിൽക്കുന്ന കൊല കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഇങ്ങനെ ഇടതൂർ നല്ല ചുരുണ്ടി കിടക്കും തലമുടി, അഴിച്ചിട്ട നിലത്ത് കിടക്കണം. പിന്നെ അത് അതേ ചില പെണ്ണുങ്ങളുണ്ടല്ലോ, ഈ പനങ്കൊല പോലത്തെ തലമുടി ഇങ്ങോട്ട് അഴിച്ചിട്ടിട്ട് നല്ല മുല്ലപ്പൂ ഒക്കെ അങ്ങോട്ട് ചൂടി നമ്മുടെ അടുത്തൂടി ഇങ്ങനെ പാസ് ചെയ്തു. അപ്പൊ നമ്മള് എന്നും പറഞ്ഞേ ആ മുല്ലപ്പൂവിന്റെ മണം ആസ്വദിച്ചിങ്ങനെ നിന്ന് പോകും. അതാ പെണ്ണുങ്ങൾ തലമുടിയാ പെണ്ണുങ്ങൾ. മുടി വേണോ അല്ലേ? ഇപ്പൊ മുടി അല്ല, മുടി ഉള്ള പെണ്ണുങ്ങൾക്ക് ഒരു ഭംഗിയുണ്ട്, മുടി ഇല്ലാത്ത പെണ്ണുങ്ങൾക്ക് വേറെ ഒരു ഭംഗിയുണ്ട്. രണ്ട് പെണ്ണുങ്ങൾക്ക് ഭംഗിയുണ്ട്. മാമ ഒരു വരി അവിടെ ഇവിടെ തൊടാതെ സംസാരിക്കുന്നു മാമ. അതെ, മാമന് കളരിയൊക്കെ അറിയാലോ. പിന്നെ അപ്പൊ മാമന് ഈ പെട്ടെന്ന് മുടി വളരാനുള്ള എന്തെങ്കിലും വിദ്യ ഉണ്ടോ? പെട്ടെന്ന് മുടി വളരാനുള്ള വിദ്യ ഉണ്ട്. എന്താ? കരടി നെയ്യ് വരട്ടണം. എന്റെ മീശ ഇത്രയും കട്ടിക്ക് വന്ന അങ്ങനെയല്ലേ, കരടി നെയ്യ് വരട്ടി. ഓ, അപ്പൊ എനിക്ക് വരട്ടാവോ? അല്ല, പെണ്ണുങ്ങൾക്ക് പറ്റിയ ശരിയാകത്തില്ല. എന്താ? അത് ശരിയാകത്തില്ല. അത് മാത്രമല്ലടി, ചുമ്മാ അതിങ്ങനെ ഒരുപാട് മുടി വളർന്നു കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് സമയം എടുക്കും, കുറച്ചു കാലം എടുക്കും. അത് വേണ്ടാടി. സമയമാണ് ഇല്ലാത്തത്. ആർക്ക്? എനിക്കുണ്ടല്ലോ, കണ്ണടച്ച് തുറക്കും മുമ്പേ മുടി പൊടിക്കണം. കണ്ണടച്ച് തുറക്കും മുമ്പേ മുടി വളരണം. മാർഗമുണ്ട്, മാമന്റെ മാർഗമുണ്ട്. എന്താ? തിരുപ്പം വെച്ചാ മതി. തിരുപ്പൻ. പക്ഷേ അതൊക്കെ മോശമല്ലേ? ഇവിടെ സിനിമാടികൾ ഇവരെ തിരുപ്പനാ വെക്കുന്നത്, പിന്നെ അതിനൊക്കെ മോശം. എന്റെ പൊന്നു മാമ, ഒരു ഐഡിയ ചോദിക്കുമ്പോ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പിന്നൊരു മാർഗമുണ്ട്. എന്താ? തലയും കുത്തി നിന്നാ മതി. ചുമ്മാ കളിയാക്കല്ലേ മാമ. പോയണഞ്ച്. എടി, അത് സത്യം പറഞ്ഞേ, തലയും കുത്തി നിന്നാ മതി.
ഈ പെണ്ണിന്റെ ഓരോ കാര്യങ്ങൾ. ശരിയാണ്, ഈ മുടി എനിക്ക് ഒട്ടും ചേർന്നില്ല. കുറച്ചും കൂടെ നീളം ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും കാവ്യമാവനെ പോലെ തന്നെയായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യും? മാമൻ പറഞ്ഞ തിരുപ്പം വെച്ച് നോക്കിയാലോ? പൊന്നോ, ഇത് കൊള്ളാം. ഡാൻസ് ഉണ്ട്, ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിരുന്നു. നാളെ ഞാൻ ഇതുകൊണ്ട് പൊളിക്കും. കൊള്ളാലേ? ഡേയ്, ഉം. ഞാൻ പറഞ്ഞ കാര്യം എന്തരായി? ഏത് കാര്യമാ മാമ? നിന്റെ കല്യാണ കാര്യം. എന്റെ കല്യാണക്കാരിയോ? ഓ, അതൊക്കെ ഈ പ്രായത്തിൽ ശരിയാകത്തില്ല മാവ. അതൊക്കെ മെനക്കേടാ ആക്ക് അവർക്ക്. ടാ, പ്രായമായി കഴിഞ്ഞോണ്ടല്ലേ പെണ്ണ് കെട്ടാൻ ബുദ്ധിമുട്ടാണ്. നോക്ക്, ഒരു ഗ്ലാസ് വെള്ളം അനക്കി തന്നെ ഒരാള് വേണ്ടാടാ. വെള്ളം അനത്തി തരാൻ അങ്ങനെ കല്യാണം കഴിക്കണമൊന്നുമില്ല. നമ്മളൊരു ഹോം നേഴ്സിനെ വെച്ചാൽ മതി. അവർ കൃത്യസമയത്ത് തന്നെ വെള്ളവും മരുന്നും ആഹാരം എല്ലാം എടുത്തു തരും. പക്ഷെ കറക്റ്റായിട്ട് ശമ്പളം കൊടുക്കണം. നിന്റെ അടുത്തൊന്നും പറഞ്ഞ് ജയിക്കാൻ പറ്റൂല. നോക്ക്, ഞാൻ നിനക്ക് പെണ്ണ് ആലോചിക്കുകയാണ്. നീ അതിന് ഒക്കില്ല എന്ന് പറയരുത്, ചെയ്തിരിക്കണം. എന്റെ മാമ ശ്രീകുട്ടിയായിട്ടുള്ള ഒരു ബന്ധത്തിൽ അല്ല, മാമനെ ആലോചിക്കുകയായിരുന്നെങ്കിലേ ഒരു സ്ത്രീത്വമുള്ള പെൺകുട്ടി ആയിരിക്കണമെന്ന് പറയായിരുന്നു. പിന്നെ ഞാൻ അതല്ലേ ചെയ്യുള്ളൂ. മാമാ, ഇതാര് തമിഴ് പെൺകുടിയോ? അയ്യങ്കാർ പൊണ്ണു மாதிரி. அப்படியா? ரொம்ப அழகா இருக்குது. നന്ദി. അതെ, മുടിയുള്ള എന്നെ കാണാനാണോ മുടിയില്ലാത്ത എന്നെ കാണാനാണോ ഭംഗി? അത് പിന്നെ മുടിയുള്ള എന്നെ കാണാനാ ഭംഗി. ആണല്ലേ? എന്നാ പിന്നെ ഞാൻ ഇനി അങ്ങോട്ട് ഇങ്ങനെ ആയിരിക്കും. ഈ തിരുപ്പനും വെച്ചോണ്ടോ? അതെ. നീ എത്ര നാൾ ഇതും വെച്ചോണ്ട് നടക്കും? അത് മുടി വളർന്നു വരെ ഞാൻ ഇത് വെച്ചോണ്ട് നടക്കും. മുടി വളർന്നു കഴിഞ്ഞാൽ എന്റെ ആവശ്യമില്ലല്ലോ. അല്ല, എന്നാലും ഇങ്ങനൊരു ആഗ്രഹം നിനക്ക് പെട്ടെന്നുണ്ടാകാനുള്ള കാര്യം എന്താ? മാമാ, നീളം മുടിയുള്ള പെമ്പിള്ളേരെ കാണാൻ നല്ല അഴകല്ലേ? അത് പിന്നെ അങ്ങനെ തന്നെയാണ്. ആണ്. നമ്മുടെ ശ്രീകുട്ടിയുടെ കാര്യം തന്നെ എടുത്താലേ തലമുടി ഇങ്ങനെ. അല്ല മാമ, ഈ സ്ത്രീത്വമുള്ള പെൺകുട്ടികളുടെ അങ്ങനെ അവർക്ക് തലമുടി ഒരു അഴകാ. അതൊക്കെ വിട്, എനിക്ക് മുടി കൊള്ളൂലേ? വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും കൊള്ളാം. കൊള്ളാല്ലേ? കൊള്ളാം. എനിക്ക് രണ്ടുപേർത്തും കൂടെ ഒരു കാര്യം പറയാനുണ്ട്. കാശിന്റെ കാര്യമായിരിക്കും. കാശിന്റെ കാര്യമൊന്നുമല്ല. കാർത്തു ഇപ്പൊ ഇങ്ങോട്ട് വരും. അവളുടെ മുമ്പിൽ ചെന്ന് ഇത് തിരുപ്പനാണ് വിഗാണെന്നും ചെന്ന് വിളമ്പാൻ നിക്കരുത്. അയ്യടി, അത് ഈ കള്ളത്തിനൊക്കെ കൂട്ടി നിൽക്കാന്ന് പറഞ്ഞാലേ. എന്താ കള്ളത്തിന് എന്താ? ശ്രീകുട്ടിയുടെ കാര്യം പറഞ്ഞു കൊടുക്കണോ? ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. കൂടെ തന്നെ ഉണ്ടല്ലേ? പിന്നെ അപ്പവും കൂടെ അല്ലേ? എന്തിനു മക്കളെ ആ ഭാവത്തിനെ പറ്റി? എന്റെ മാമ, ഇവള് നമ്മുടെ പങ്കുച്ചല്ലയോ, നമ്മൾ അവിടെ കൂടെ നിൽക്കണം. അയ്യോ, കാർത്തു വന്ന് എന്റെ കൂടെ നിന്നോണം, ചതിക്കല്ലേ? ചേച്ചി വരുന്നേ.
മാമൻ ഇപ്പുറത്തേക്ക് ഇറങ്ങുമ്പോളെ പതുക്കെ ഇതാണ് ചേച്ചി കാണിച്ചിട്ട് പറഞ്ഞ സൂത്രം. അതെ, എങ്ങനെയുണ്ട്? ഇത് എവിടെ കിട്ടി വിഗ്? വിഗോ? എടി ഇത് ഒറിജിനലാണ് അല്ലേ അമ്മ? പിന്നെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടോ? എടി എനിക്കൊരു അമ്മാവനുണ്ട്, അങ്ങ് ഹിമാലയ സാനിക്കുള്ള താമസം. ഏതമ്മാവൻ? ആ അമ്മാവൻ മറ്റേ നീ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മരിച്ചു പോയെന്നും പറഞ്ഞോണ്ട് ലീവ് എടുത്തേ ആ അമ്മാവനുണ്ട് ഹിമാലയ സാനിക്കള്. അതെ, ആ അമ്മാവനുണ്ടല്ലോ, വാറ്റിയെടുത്ത ഒരു എണ്ണയുണ്ട്. ആ എണ്ണ നമ്മുടെ തലമുടി തേച്ച് കഴിഞ്ഞാ 10 മിനിറ്റിനുള്ളിൽ മുടി പിടിക്കും. പിന്നെ ഇതാണ്ടേ ഞങ്ങളെ ഇതിങ്ങനെ പെരട്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഇത്രയും വളർന്നത്. വാറ്റുകാരനമ്മാവന്റെ ആവത്. എന്നാ എണ്ണ എനിക്കൊന്ന് തരുവോ? അയ്യോ, അങ്ങനെ ആ എണ്ണ ആർക്കും കൊടുക്കാൻ പാടില്ല. അതെ, ബലം പോവോ എന്റെ. തന്നെ എനിക്കൊന്ന് തലേ തേക്കാനായിരുന്നു. അയ്യോ, നിനക്ക് തലേ തേക്കാൻ പറ്റൂല. നീ തലേ തേച്ച് കഴിഞ്ഞാ ഉണ്ടല്ലോ, നിനക്ക് ഇത്രയും മുടിയില്ലേ, അപ്പൊ നീ മൊട്ടയായി പോവും. കോഴിമുട്ട. അതെ, വേണ്ട, അത് വിടും. പിന്നെ ഇതെന്തായാലും കാണുമ്പോ വിഷ്ണു ചേട്ടൻ ഉറപ്പായിട്ട് നോക്കും. അതാരടി വിഷ്ണു ചേട്ടൻ? വിഷ്ണു ചേട്ടനല്ല, വിഷ്ണുമായയുടെ ചേട്ടൻ. വിഷ്ണുമായയുടെ ചേട്ടൻ? അവനെന്തിനാ നിന്നെ നോക്കുന്നത്? അവനെന്തിനാ എന്നെ നോക്കുന്നത്? അവൻ എന്നെ നോക്കുന്നതല്ല, ഇത്രയും മുടിയുള്ളവരെ ഏതാണായാലും നോക്കി പോവല്ലോ, ആ നോട്ടത്തെ പറ്റിയാണ് ഇവള് പറഞ്ഞത്. അതിനെ പറ്റി അല്ലേടി? അതെ, ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. എങ്ങോട്ട് പോന്നു? മുട്ടായി മേടിക്കാം. ആണോ? അപ്പൊ മാമനൊരു ലോലിപോപ്സും ഒരു സിപ്പും. ലോലിപോപ്സ്? എന്തോ ഇങ്ങനെ കോലിമിട്ടായി. ആ ലോലിപോപ്പും ഒരു സിപ്പപ്പും. ഓ ശരി, പ്ലീസ്. ശരി. എന്തായി തീരുവെന്തോ. എന്നാലേ ആ അത്ഭുത സിദ്ധിയുള്ള എന്നെ തീരെ വിശ്വസിക്കാൻ പറ്റണില്ല. ഇടി വിശ്വസിച്ചേ പറ്റൂ, മാമനും അപ്പൊക്കെ പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഇത്തപ്പൂരോളം ഞാൻ വിശ്വസിച്ചത്. ചേച്ചി നോക്കണേ. അതെ, നമ്മൾ ഇന്നലെ ഒരു പയ്യനെ കണ്ടില്ലേ, ആ വിഷ്ണു ചേട്ടൻ. അത് നോക്കണം. എന്തിന്? അത് ഇന്നലെ അവൻ എന്റെ മുടിയുടെ കാര്യമൊക്കെ പറഞ്ഞ് കൊറേ കളിയാക്കി. അപ്പൊ വളർന്ന മുടി ഒന്ന് കാണിച്ചു കൊടുക്കാം. ഹലോ. അല്ല താൻ? ഞാനേ, താൻ ഇന്നലെ ഏതാണ്ടൊക്കെ പറഞ്ഞ് കളിയാക്കിയ ഒരു പെൺകുട്ടിയില്ലേ, മുടിയിലേക്ക പേര് പറഞ്ഞു, അത് ഞാനാ. താനായിരുന്നു അത്? അതെ. വിക്കൊക്കെ വെച്ചപ്പോ ആളാകെ മാറിപ്പോയില്ല. ഒറിജിനൽ മുടിയോ? അതെ. അതെങ്ങനെ ശരിയാകും? ഇതൊരു മാജിക്കാ, അതാ പെട്ടെന്ന് മുടി വളർന്നത്. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതെ എന്നെയാണോ മാലുവിനെയാണോ കാണാൻ ഭംഗി? ഇപ്പൊ നോക്കുവാണേ താനാ സൂപ്പർ. ആണല്ലേ, താങ്ക് യു. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, താൻ ഇന്നലെ ഏതാണ്ടൊക്കെ പ്രസംഗിച്ചല്ലോ, തന്റെ സങ്കല്പത്തിലുള്ള കുട്ടിക്ക് നല്ല സൗന്ദര്യം ഉണ്ടെന്ന് അല്ലേ? എടോ, തന്റെ സങ്കല്പത്തിലുള്ള കുട്ടിയാവാനേ എനിക്ക് ഈ തിരുപ്പന്റെ ആവശ്യമേ വന്നുള്ളൂ. പക്ഷെ മിസ്റ്റർ വിഷ്ണു, എന്റെ സങ്കല്പത്തിലുള്ള ആൺകുട്ടിയാവാൻ എനിക്ക് പറ്റൂല. ആ, തിരുപ്പനായിരുന്നു. അവന്റെ ഒരു സങ്കല്പം. എടോ, ആരുടെയും സങ്കല്പത്തിനനുസരിച്ച് അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഈ പിങ്കിയെ കിട്ടൂല. പിങ്കി ഇങ്ങനെയാണ്, അതാണ് എന്റെ സ്പെഷ്യാലിറ്റി. മനസ്സിലായോ? അത് ന്യായമായ കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാൽ മുടിയുള്ള പിങ്കി ചേച്ചി കാണാൻ നല്ല ഭംഗി. മുടി ഇല്ലാത്ത പിങ്കി ചേച്ചിയെ കാണാനും ഭംഗിയാ. അതെ, സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് മുടിയിലല്ല, നല്ല സ്വഭാവത്തിലാണ്. നല്ല സ്വഭാവമുള്ള പെൺകുട്ടികൾ ഒന്ന് ചിരിച്ചാലും മതി, ഇങ്ങനെ സൂപ്പർ ആയിരിക്കും കേട്ടോ.